നമസ്കാരം. നമ്മൾ പ്ലാൻ കിങ്ഡം ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ 1-2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് ഗ്രൂപ്പായ ജിംനോസ്പേമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജിംനോസ്പേം, 4ാമത്തെ ഗ്രൂപ്പായ ജിംനോസ്പേം. ജിംനോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്കഡ് സീഡഡ് എന്നാണ് ഈ വേർഡിനർത്ഥം. ജിംനോ മീൻസ് നേക്കഡ്, സ്പേം മീൻസ് സീഡഡ്. നേക്കഡ് സീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സീഡ് ഉണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സീഡ് ഉണ്ട്, പക്ഷേങ്കിൽ ഫ്ലവറും കാര്യങ്ങളൊന്നുമില്ല. സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ജിംനോസ്പേം. ജിംനോസ്പേമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടും ലീഫും സ്റ്റെമ്മും ഒക്കെ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യാസമുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂട്ട്. ഇത് മെമ്പേഴ്സ് കുറവാണ്. നമ്മൾ ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലൊക്കെ ഒരുപാട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിംനോസ്പേംസിൽ ഉള്ള ആൾക്കാരുകൾ കുറവാണ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ഇതിന് കാണുക. ടാപ്പ് റൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം 2 തരത്തിലുണ്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ട്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ നിന്നും റൂട്ടിൻ്റെ എൻഡ് വരിക, അത് പിന്നീട് ബ്രാഞ്ച് ആയിട്ടുള്ള റൂട്ട് വരിക. ഫൈബറസ് റൂട്ട് ആണെങ്കിൽ അതെന്താണ്, ഫൈബർ പോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കാണുന്നതാണ് ഫൈബറസ് റൂട്ട്. നമുക്ക് പഠിക്കാനുള്ളത് ടാപ്പ് റൂട്ടാണ്. ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ഏതിൽ കാണുന്നത്, ജിംനോസ്പേമിന് കാണുന്നത്. വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടാപ്പ് റൂട്ടിൽ തന്നെ ഫംഗൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ഒരാളെ നമ്മൾ ആൽഗെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നോസ്റ്റോക്ക്, ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സെല്ലിൻ്റെ പ്രസൻസിൽ നോസ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബൈ നൈട്രജൻ ഫിക്സേഷൻ. ഇവിടെ ജിംനോസ്പേമിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ അസോസിയേഷൻ, റൂട്ടും ഫംഗസും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിനെ നമ്മൾ മൈക്കോറൈസ എന്നാണ് പറയുക. മൈക്കോറൈസ. ലൈക്കൻ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആൽഗയും ഫഞ്ചയും തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് ഏത്, ആൽഗയും ഫഞ്ചയും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൈക്കൻ. ഇവിടെ മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസും റൂട്ടും. മൈക്കോ മീൻസ് ഫഞ്ചൈ അല്ലേ, റൈസ മീൻസ് റൈസോയിഡ്സ്, റൂട്ടുമായി ബന്ധപ്പെട്ട ടേമാണ് റൈസ എന്ന് പറയുന്നത്. ഫഞ്ചയും റൈസോയിഡ്സും രണ്ടും തമ്മിലുള്ള അസോസിയേഷനാണ് മൈക്കോറൈസ. ഈ മൈക്കോറൈസൽ അസോസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നൈട്രജൻ ഫിക്സേഷൻ കഴിവുണ്ട്. ഈ റൂട്ടിനെ കോറല്ലോയിഡ് റൂട്ട് എന്നാണ് പറയാം. കോറല്ലോയിഡ് റൂട്ട്. കോറൽസ് മീൻസ് പവിഴപ്പുറ്റ്. അതുപോലെ ഈ റൂട്ട് എന്താണ്, ഒരു പുറ്റ് പോലെ നിറയെ ഒരു കോറൽസ് പോലെ മെയിൻ റൂട്ടിനകത്ത് പുറത്ത് കാണാൻ പറ്റും. സാധാരണ റൂട്ട് എവിടെയാണ്, സോയിലിൻ്റെ ഉള്ളിലാണ്. പക്ഷേ കോറൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോയിൽ സർഫേസിൽ, സ്റ്റെമ്മിൻ്റെ അടിഭാഗത്തായിട്ട് സോയിൽ സർഫേസിൽ കാണാൻ പറ്റും കോറലോയിഡ് റൂട്ടിനെ. ഈ കോറലോയിഡ് റൂട്ടിനെയാണ് മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് പറയാം. നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ടാപ്പ് റൂട്ടാണ്. ഓക്കെ. ദെൻ രണ്ടാമത് സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിന് ഒറ്റ സ്റ്റെമ്മേ ഉണ്ടാവുള്ളൂ, ചിലത് ബ്രാഞ്ചായിട്ടും കാണാം. ബ്രാഞ്ചിനുണ്ട്, സിമ്പിൾ സ്റ്റെമ്മുണ്ട്. സ്റ്റെമ്മിനകത്ത് നമുക്ക് നോഡ്സും ഇൻ്റർനോഡ്സും കാണാം. നോഡ്സ് എന്താ, ഇൻ്റർനോഡ്സ് ഒക്കെ എന്താ, നമ്മുടെ പ്ലാന്റ്സിൻ്റെ മോർഫോളജിയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. പ്ലാന്റ് സ്റ്റെമ്മിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടാണ് നോഡും ഇൻ്റർനോഡ്സും. അപ്പോൾ ബ്രാഞ്ചഡ് ആണെങ്കിലും സിമ്പിൾ സ്റ്റെമ്മാണൊക്കെ എന്ത് കാണാൻ പറ്റും, നോഡും ഇൻ്റർനോഡ്സും കാണാൻ പറ്റും. സിമ്പിൾ സ്ട്രക്ചറാണ് സ്റ്റെം. ദെൻ ലീഫിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ കാണുന്ന പോലെയല്ല ഈ ജിംനോസ്പേമിൻ്റെ ലീഫ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ലീഫ്. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നീഡിൽ ഷേപ്പിലാണ്. ഒരു മിഡ്രിബ്, ഒരു വെയിൻ ഉണ്ടാകും, അതിന് പുറത്തായിട്ട് അധികം വിട്ടില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ലീഫ് കാണുക. നീഡിൽ ഷേപ്പിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സാധാരണ ലീഫിനകത്ത് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റൊമാറ്റ എന്ന് പറയും. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷന് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ്. ഇവോപ്പറേഷൻ, സ്റ്റൊമാറ്റയിലൂടെയാണ് പ്ലാന്റ്സിനുള്ളിലുള്ള വാട്ടർ എന്ത് ചെയ്ത് പോകുന്നത്, ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ജിംനോസ്പേംസ് കാണുക ഡ്രൈ ഏരിയയിലാണ്. മിക്കവാറും ഡ്രൈ ഏരിയയിലായതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ള വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ പല കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരികയും ഇപ്പോൾ വാട്ടറിനെ സേവ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നീഡിൽ ലൈക്ക് ലീഫ് ഇത് മാത്രമേ കാണുന്നുള്ളൂ. ജിംനോസ്പേമിൽ മാത്രമേ നീഡിൽ ലൈക്ക് ലീവ്സ് കാണുന്നുള്ളൂ.
ഓക്കെ, ഈ സ്റ്റൊമാറ്റോ എങ്ങനെ സാധാരണ നമ്മുടെ ലീഫ് ലാമിന കുറച്ച് വിഡ്ത്ത് കൂടിയതായിരിക്കും അല്ലേ. ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് സ്റ്റൊമാറ്റോ കാണുക. ഈ ഒരു കിഡ്നി ഷേപ്പിലായിട്ട് സ്റ്റൊമാറ്റോ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ലാമിനാർ ഏരിയ, ഈ ഏരിയ കൂടിയതാണെങ്കിൽ സ്റ്റൊമാറ്റോയുടെ നമ്പർ എന്ത് ചെയ്യും, കൂടും. അതേസമയം ഈ ഏരിയ കുറച്ച് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ലാമിനാർ പോർഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൊമാറ്റോയുടെ നമ്പറും കുറയും. നമ്പർ കുറഞ്ഞാൽ ഇവോപ്പറേഷൻ്റെ റേറ്റും കുറയും. കുറഞ്ഞ അളവിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വാട്ടർ ട്രാൻസ്പിറേഷൻ നടത്തുന്നുള്ളൂ. അതുമാത്രമല്ല, സാധാരണ പ്ലാന്റ്സിലൊക്കെ സ്റ്റൊമാറ്റോ കാണുന്ന ലീഫ് ലാമിനറിലെ സർഫേസിലായിട്ടാണ്. ഇവിടെ കുറച്ചും കൂടെ ഉള്ളിലോട്ടേക്ക്, ഉൾഭാഗത്തേക്ക്, കുഴിയിലേക്ക് എന്ന രീതിയിലാണ് സ്റ്റൊമാറ്റോ കാണുക. അതുകൊണ്ട് അതിനെ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയും. സങ്കൺ സ്റ്റൊമാറ്റ. സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിൻ്റെ ലാമിനാർ പോർഷനിൽ നിന്നും ഉള്ളിലോട്ട് മടങ്ങിയിട്ട് കാണും. സർഫേസിലല്ല, ഉള്ളിലേക്കായിട്ട് മടിക്കുഴിയിലൊക്കെ. അപ്പോൾ ഇവിടെ നിന്നും ഇവോപ്പറേഷൻ വാട്ടർ പുറത്തേക്ക് വരുമ്പോൾ അഡ്ജസൻറ്റ് സെൽസ് ഒക്കെ എന്ത് ചെയ്താൽ ഒരു പരിധി വരെ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് വരാം. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ എവിടത്തേക്ക് പോവുള്ളൂ, സർഫേസിലേക്ക് പോവുള്ളൂ. അപ്പോൾ വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചേഴ്സാണ് ഇവിടെ സ്റ്റൊമാറ്റോയിൽ. സാധാരണ സ്റ്റൊമാറ്റോൻ്റെ ഫങ്ഷൻ ട്രാൻസ്പിറേഷൻ ആണ്. ജിംനോസ്പേംസിൽ ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെ വാട്ടർ സേവ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലീഫിൻ്റെ ലാമിനാർ പോർഷൻ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്തുകൊണ്ട് നീഡിൽ ലൈക്കായിട്ട് മാറുക. സ്റ്റൊമാറ്റോ എത്രയുണ്ടോ നമ്പർ കൊടുക്കുക. നമ്പർ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റൊമാറ്റോയുടെ ലൂടെയുള്ള ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. അതുമാത്രമല്ല, സ്റ്റൊമാറ്റോ കാണുന്നതും ലാമിനയുടെ ഏരിയയിലേക്ക് ഉള്ളിലേക്കായിട്ട് ഒരു കപ്പ് ഷേപ്പിൽ ഉള്ളിലൊക്കെ സങ്കൺ സ്റ്റൊമാറ്റയാണ്. കുഴിയിലേക്കെന്ന രീതിയിൽ, ആഴ്ന്ന രീതിയിലാണ് കാണപ്പെടുക, സർഫേസിലല്ല. അപ്പോൾ അവിടുന്ന് സ്റ്റൊമാറ്റോയിലൂടെ വാട്ടർ വരുമ്പോൾ അഡ്ജസൻറ്റ് സെൽസൊക്കെ വാട്ടർ എന്ത് ചെയ്തു പോകും, അബ്സോർബ് ചെയ്തെടുക്കുകയും ബാക്കി വരുന്നത് മാത്രം അറ്റ്മോസ്ഫിയറിലേക്ക് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത. സങ്കൺ സ്റ്റൊമാറ്റയാണ് ജിംനോസ്പേമിൽ വരുന്നത്. ഇനി അതിൻ്റെ ലീഫ് കഴിഞ്ഞാൽ നമ്മൾ സീഡ് എന്ന് പറഞ്ഞ പാർട്ട് പറഞ്ഞു. സീഡ് സാധാരണ പ്ലാന്റ്സിലൊക്കെ കാണാം, ഫ്ലവറിനുള്ളിലാണ് സീഡ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഫ്ലവർ ഇല്ല. ഫ്ലവർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനേഷൻ പോലെയുള്ള കാര്യങ്ങളൊന്നും അഡ്വാൻസ് അല്ല. സീഡ് സാധാരണ കാണുന്നത് സ്പോർസ് ആണ്. ലീഫിനകത്ത് തന്നെ ഇതെന്ത് ചെയ്യുക, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. സ്പോർ രണ്ട് തരത്തിൽ, നമ്മൾ ടെറിഡോഫൈറ്റിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്പോർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. സ്പോർ കാണുന്നതും ലീഫിലാണ്. അതുകൊണ്ട് സ്പോറോഫിൽ എന്നാണ് ലീഫിനെ പറയാം. സ്പോറോഫിൽ രണ്ട് തരത്തിലുണ്ട്. സ്പോറോഫിൽ ഒന്ന് മൈക്രോസ്പോറോഫിൽ എന്നും മറ്റൊന്ന് മെഗാസ്പോറോഫിൽ എന്നും പറയും. ഈ രണ്ട് സ്പോറോഫിൽ തന്നെയാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ സൂചിപ്പിക്കുന്നത്. മൈക്രോസ്പോറോഫിൽ ആണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയും, മെഗാസ്പോറോഫിൽ ആണെങ്കിൽ അതിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയും എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോസ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്പൊറാൻജിയ. സ്പൊറാൻജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർസിനെ ഉൾക്കൊള്ളുന്ന സ്ട്രക്ചർ. അപ്പോൾ ഈ വലിയ ലീഫിൽ മെഗാസ്പോർസ് അല്ലെങ്കിൽ മെഗാസ്പോർ കാണപ്പെടുന്നത് വലിയ ലീഫിലും മൈക്രോസ്പോർ കാണുന്നത് ചെറിയ ലീഫിലാണ്. മൈക്രോസ്പോറിനകത്ത് കാണപ്പെടുന്ന സ്പോറിന്, അതായത് മെയിൽ ഗ്യാമേറ്റിനെ നമ്മൾ പോളൻ ഗ്രെയിൻ എന്നാണ് പറയാം. ഈ ടേമും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഗ്യാമേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെയിൽ ഗ്യാമേറ്റിന് പറയുന്ന പേരാണ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ഡബിൾ വോളോട് കൂടിയ സ്ട്രക്ചറാണ്. ഈ നല്ല രീതിയിലുള്ള ഒരു കവറിങ് ഉണ്ടാവും ഡീക്കേ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പോളൻ ഗ്രെയിൻസ് വിൻഡിലൂടെയൊക്കെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡീക്കേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല ഒരു വയബിലിറ്റി കണ്ടീഷനിലൂടെയാണ് പോളൻ ഗ്രെയിൻസിനെ കമ്പോസ് ചെയ്തത്. ഇതാണ് മെയിൽ ഗ്യാമേറ്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോസ്പോറോഫിലിനകത്ത് മൈക്രോസ്പൊറാൻജിയമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മൈക്രോസ്പോറായ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് മെഗാസ്പോറോഫിൽ. മെഗാസ്പോറോഫിനകത്ത് മെഗാസ്പൊറാൻജിയ, അതിനുള്ളിൽ മെഗാസ്പോർസ്. മെഗാസ്പോർ എന്നറിയപ്പെടുന്നത് ഫീമെയിൽ ഗ്യാമേറ്റായ ഒവ്യൂളാണ്. ഓക്കെ, പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന പാർട്ടാണ്. ഒവ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ട്. ഒവ്യൂൾ എന്ന് പറയുമ്പോൾ മെച്ചുവേർഡ് ഒവ്യൂൾ ആണെങ്കിൽ 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിലാണ്.
ഈ 8 ന്യൂക്ലിയസും കൃത്യമായിട്ട് ആ സെല്ലിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കാണുന്നതെങ്കിൽ 3 അതിൻ്റെ ടോപ്പ് റീജിയനിലും 3 ബോട്ടം റീജിയനിലും 2 സെൻട്രലായിട്ടും അറേഞ്ച് ചെയ്യും. ഇങ്ങനെയാണ് ഫീമെയിൽ ഗ്യാമേറ്റായ ഒവ്യൂൾ അറേഞ്ച് ചെയ്യുക. ഇനി ഇതിനകത്ത് റീപ്രൊഡക്ഷൻ, പോളിനേഷനിലൂടെ റീപ്രൊഡക്ഷൻ നടത്തും. ഇതിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ സാധാരണ കോൺസ് എന്നാണ് പറയുക. നമ്മൾ മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺസ്, കാരണം കോൺ ഷേപ്പിലാണ് ഇതെന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഇതിനൊരു എക്സാമ്പിൾ, ജിംനോസ്പേമിന് എക്സാമ്പിൾ വരുന്നതാണ് സൈക്കസ്. സൈക്കസ് നമ്മൾ സാധാരണ കാണുന്ന സൈക്കസ് എന്ന് പറഞ്ഞാൽ ഈന്ത് കണ്ടിട്ടുണ്ടാവും. സൈക്കസിനകത്ത് നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കാണാൻ പറ്റിയ ഒരു മഞ്ഞ കോൺ ഷേപ്പിൽ നിറയെ പൊടികൾ, മഞ്ഞ പൊടികളോട് കൂടി ഒരു കോൺ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയാം. കോൺസ് എന്നാണ് വിളിക്കുക. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഒരേ പ്ലാന്റ്സിൽ തന്നെ കാണാം. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെങ്കിൽ അതിൽ എങ്ങനെയാണ് ഒവ്യൂള് അറേഞ്ച് ചെയ്യുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്റ്റെമ്മിൻ്റെ ടിപ്പിലായിട്ട് ഒരു കോൺ ഷേപ്പിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണുക. ഇതിനുള്ളിൽ ഒരുപാട് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫില്ലാണ്, ലീഫുകളുടെ ക്ലസ്റ്ററാണ് ശരിക്കും. ഏത് ലീഫ്? സ്പോറുകൾ ഉൾക്കൊള്ളുന്ന ലീഫുകൾ ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരു കോൺ ഷേപ്പിൽ കാണാം. ഒരു യെല്ലോ കളറിലാണ് കാണുക, നിറയെ പൂപ്പൊടികൾ, യെല്ലോ കളറിലെ പൊടികൾ കാണാൻ പറ്റും. നമുക്കിത് കൃത്യമായിട്ട് ഇതിന് ഏതാണ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയില്ല. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ ഒവ്യൂൾസുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. 2 രീതിയിലും ഒവ്യൂൾസ് ഇങ്ങനെ 2 ഭാഗത്തായിട്ട് അറേഞ്ച്. ഒവ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് ഫോം. ഈ രീതിയിലാണ് ഒവ്യൂൾസ് കാണുക. ഒവ്യൂൾസ് ഇങ്ങനെ താഴോട്ടായിട്ട് അനാട്രോപ്പസ് ആണ്. അനാട്രോപ്പസ് മീൻസ് ഇൻവേർട്ടഡ് കണ്ടീഷനിലാണ് കാണപ്പെടുക. ഹെഡ് പോർഷൻ താഴെയായിട്ട് ഈ ഓവറിയുടെ മുകളിൽ, ഓവറി എന്ന് പറയുന്ന ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഫ്യൂസ് ചെയ്യുക. അങ്ങനെ തന്നെ പോളൻ ഗ്രെയിൻസ്, ഹാപ്ലോയിഡ് കണ്ടീഷനിലായിട്ടുള്ള പോളൻ ഗ്രെയിൻസും ഡിപ്ലോയിഡ് കണ്ടീഷനിലായിട്ടുള്ള എഗ് ന്യൂക്ലിയസ്. നമ്മൾ അറേഞ്ച്മെൻറ്റ് പറഞ്ഞു, ഇതിനകത്ത് 8 ന്യൂക്ലിയസും 3 ടിപ്പിലും 3 ബോട്ടം റീജിയനിലും സെൻട്രൽ 2 എന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസുമായിട്ടാണ് ആര് ഫ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഫ്യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് എന്ന് പറയുന്ന ടേം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സൈഗോട്ട് 2n കണ്ടീഷൻ. ഈ സൈഗോട്ടിൽ പിന്നീട് സംഭവിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സൈഗോട്ട് എന്ന് പറയുന്നത് 2n കണ്ടീഷനിൽ ഒറ്റ സെല്ലാണ്. ഇത് ഡിവൈഡ് ചെയ്തിട്ട് സെല്ലുകളുടെ നമ്പർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സെല്ലുകൾ ടിഷ്യൂസ് ആയി മാറുകയും ടിഷ്യൂസ് ഓർഗൻസ് ആയിട്ടൊക്കെ മാറുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് സൈഗോട്ട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജിലേക്കായിട്ട് മാറുന്നത്. എംബ്രിയോയാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എംബ്രിയോ. ഓക്കെ, അപ്പോൾ സൈഗോട്ടിൻ്റെ ഡിവിഷനിലൂടെ എംബ്രിയോ ഫോം ചെയ്യും. ആ എംബ്രിയോ പിന്നീട് എന്തായിട്ട് മാറുക? മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റയർ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക. ഈ എംബ്രിയോ ആണ് സീഡ് എന്ന് പറയും. പക്ഷെ ഇവിടെ എന്തില്ല? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡോട് കൂടി അതിൻ്റെ ലൈഫ് സൈക്കിൾ. സീഡ് ഫ്ലവർ ഇല്ലാതെ ഫ്ലവർ ഉണ്ടെങ്കിൽ എന്താണ്? ഫ്ലവർ പിന്നീട് ഫ്രൂട്ടായിട്ട് മാറും. ഫ്രൂട്ടിനുള്ളിലാണ് നമ്മൾ സീഡ് കാണുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, നേരിട്ട് സീഡായിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ നടക്കുക, അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുകയും ഫ്യൂസ് ചെയ്തതിന് ശേഷം സൈഗോട്ട് ഉണ്ടാവുകയും സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആ എംബ്രിയോ പിന്നീട് സീഡായിട്ട് ഡയറക്റ്റായിട്ട് സീഡായിട്ട് മാറുകയും ചെയ്യും. നേക്കഡ് ആയിട്ടുള്ള സീഡായിട്ട് മാറുന്ന പ്ലാന്റ്സ് ആണ് ജിംനോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ജിംനോസ്പേം അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അത് നമ്മൾ ടെറിഡോഫൈറ്റിലും ഒക്കെ പറഞ്ഞതാണ്. എന്താണ് അൾട്ടർനേഷൻ? സ്പോറോഫൈറ്റും ഗ്യാമറ്റോഫൈറ്റും. ചില സമയത്ത് ഈ ഒരു പ്ലാന്റ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആവുകയും പിന്നീട് ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ആവുകയും അൾട്ടർനേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാം. അത് എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ജിംനോസ്പേം. ജിംനോസ്പേംസിന് ഒരുപാട് എക്കണോമിക് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ സൈക്കസ് നമ്മൾ പറഞ്ഞു. നോക്കില്ല, ഈന്തെന്ന് പറഞ്ഞാൽ എഡിബിൾ ആണ്, നല്ല എഡിബിൾ, ഒരു മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് സൈക്കസ്.
ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സൈക്കസിൻ്റെ സീഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സീഡ്. സൈക്കസിൻ്റെ ഡ്രൈ സീഡ് നമ്മൾ എന്ത് ചെയ്യും, ഷുഗർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കണ്ടൻറ്റ് കുറക്കാൻ പറ്റും. എക്കണോമിക് വാല്യൂസ് ഉണ്ട്. ദെൻ പൈനസ്, ഇതിന് വേറൊരു എക്സാമ്പിളാണ് പൈനസ് എന്ന് പറയുന്നത്. പൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാം വലിയ മരങ്ങൾ, ഷെൽട്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാറ്റാടി മരങ്ങൾ, അതാണ് പൈനസ് എന്ന് പറയും. പൈനസിനൊക്കെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് ഈ സൈക്കസിനേക്കാളും കുറച്ചും കൂടെ നേരിയതായിരിക്കും അതിൻ്റെ ലീഫ്. സൈക്കസിൻ്റെ ലീഫ് ഒരു മിഡ്രിബ് കൃത്യമായിട്ട് കാണാൻ പറ്റും, ചെറിയ രീതിയിലുള്ള ലാമിനൈൻ. പക്ഷെങ്കിൽ പൈനസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ്. കാറ്റാടി മരത്തിൻ്റെ ഒക്കെ ആണ് നേരിയ രീതിയിലുള്ള ലീഫാണ്. അവിടെയൊക്കെ എന്താണ് ഈ റോഡ് സൈഡിലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിയ ഏരിയ ആയിരിക്കും. അപ്പോൾ വാട്ടർ സേവ് ചെയ്യണം. അതുകൊണ്ട് എത്രത്തോളം അതിൻ്റെ ലാമിനാർ പോർഷൻ കുറക്കാൻ പറ്റുമോ, സ്ട്രൊമാറ്റയുടെ നമ്പർ കുറക്കാൻ പറ്റുമോ, അങ്ങനെ കുറച്ചുകൊണ്ട് അതെന്ത് ചെയ്യും, ഓവർകം ചെയ്യാൻ നോക്കും. ആ ടെമ്പറേച്ചർ ആയിട്ടുള്ള കണ്ടീഷന് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ സൈക്കസിനേക്കാളും കുറച്ചും കൂടെ ഷേപ്പ് ലീഫിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ത്രെഡ്, കംപ്ലീറ്റ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും പൈനസിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ജിംനോസ്പേമിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടായി. ഇനി ലാസ്റ്റ് നമ്മൾ അടുത്ത ഹയർ ഫോംസ് ആയ ആൻജിയോസ്പേംസിലോട്ടാണ് പോകുന്നത്. എന്താണ് ആൻജിയോസ്പേം? ലാസ്റ്റ് ഗ്രൂപ്പ് ആൻജിയോസ്പേം. ആൻജിയോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഫ്ലവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അഡ്വാൻസ് ചെയ്ത് ഫങ്ഷനിങ് ഒക്കെ നടന്ന് അവസാനം വരുന്ന സ്റ്റേജാണ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം അത്രയും ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഒരു എന്താണ് ഫങ്ഷനലി ഒരു വലിയൊരു സ്ട്രക്ചർ എന്ന രീതിയിലായിട്ട് മാറും. ആൻജിയോസ്പേംസ് ഒക്കെ എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ്സ് ആണ്. ഹയർ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സെല്ലുകളും ടിഷ്യൂസും ഓർഗൻസും ഒക്കെ വെൽ ഡിഫറൻഷിയേറ്റഡ് ആൻഡ് വെൽ അഡ്വാൻസ്ഡ് സ്ട്രക്ചറാണ് ആൻജിയോസ്പേമിൽ കാണാൻ പറ്റും. ആൻജിയോസ്പേമിൽ വരുന്ന ആൾക്കാരെ നമുക്ക് പിന്നെയും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെർബ്സ് എന്നും ഷ്രബ്സ് എന്നും ട്രീസ് എന്നും. പക്ഷേ ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ഹൈറ്റിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറിനനുസരിച്ചോ വലിപ്പമുള്ള പ്ലാന്റ്സ് എന്നോ ചെറുപ്പമുള്ള പ്ലാന്റ് എന്നോ എന്ത് ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഫ്ലവറിങ് പ്ലാന്റ്സ് ചിലപ്പോൾ അതെന്തായിരിക്കും, ഒരു കുഞ്ഞു ചെടിയാവാം, അതിന് മുകളിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആൻജിയോസ്പേംസ് ആണ്. അപ്പോൾ ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല, മോർഫോളജി മാത്രമല്ല അനാട്ടമിയും സൈറ്റോടാക്സണമിയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആൻജിയോസ്പേം എന്ന് പറയുന്ന ലാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ആരൊക്കെ പെടണം എന്നുള്ളത് കൃത്യമായിട്ട് സയൻറ്റിഫിക്കലി എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തവരാണ് ആൻജിയോസ്പേംസ്. ദെൻ ഈ ആൻജിയോസ്പേംസിനെ പിന്നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് 2 മൊണോകോട്ട് പ്ലാന്റ് എന്നും ഡൈകോട്ട് പ്ലാന്റ് എന്നും പറയും. മൊണോകോട്ട് പ്ലാന്റ് എന്നും ഡൈകോട്ട് പ്ലാന്റ് എന്നും. മൊണോകോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീഡിനെ കവർ ചെയ്തിരിക്കുന്നത് ഒറ്റൊരു കോട്ടിംഗ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൊണോകോട്ട് പ്ലാന്റ് എന്ന് പറയാം. സിമ്പിൾ സീഡ്, റൈസ്, നമ്മുടെ നെല്ല്, ഗോതമ്പ് ആ രീതിയിലൊക്കെ കാണുന്നത് എന്താണ്, മൊണോകോട്ടാണ്. ഡൈകോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് എന്താണ്, 2 കോട്ട്ലിഡൻസ് മീൻസ് 2 കവറിങ് ഉണ്ടാവും. കൃത്യമായി ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ കാണുന്നില്ലേ, അതെന്താണ് 2 പരിപ്പുകൾ ചേർന്ന് വരുന്ന, അപ്പോൾ അതിനെ കവർ ചെയ്യാൻ തന്നെ 2 കോട്ട് വേണം. അതിനെയാണ് ഡൈകോട്ട് പ്ലാന്റ് എന്നും പറയാം. അപ്പോൾ മൊണോകോട്ട് പ്ലാന്റ് എന്നും ഡൈകോട്ട് പ്ലാന്റ് എന്നും ആൻജിയോസ്പേംസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ടതില്ല. ആൻജിയോസ്പേംസിൻ്റെ ഫീച്ചേഴ്സ് ആണ് നോക്കാനുള്ളത്. അതെന്താണെന്നുള്ളത് നോക്കാം. ആൻജിയോസ്പേംസിൻ്റെ ഫസ്റ്റ് റൂട്ടിൽ നിന്ന് തുടങ്ങാം. എന്താണ് റൂട്ട്? 2 രീതിയിലുള്ള റൂട്ട് ഇത്തരം ആൾക്കാരിൽ കാണാൻ പറ്റും. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ടാപ്പ് റൂട്ട്, മറ്റൊന്ന് ഫൈബ്രസ് റൂട്ട്. റൂട്ടിൻ്റെ പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്നൊക്കെ പറഞ്ഞ മോർഫോളജിയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ടാപ്പ് റൂട്ടോ അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട്, കൂടുതലായിട്ടും നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ഇതിൽ കാണാൻ പറ്റുക, ആൻജിയോസ്പേംസിൽ കാണാൻ പറ്റുക. ദെൻ സെക്കൻഡ് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഫീച്ചർ. സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കാണുന്നതുണ്ട്, ബ്രാഞ്ച്ഡ് ആയിട്ട് കാണുന്നതുണ്ട്.
ദെൻ ഓരോ സ്റ്റെമ്മിൻ്റെ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നോഡ്സും ഇൻ്റർ നോഡ്സും കാണാൻ പറ്റും. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റിംഗ് റിംഗ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോഡ് എന്ന് പറയുക. രണ്ട് നോഡുകൾക്കിടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് പോർഷനെ ഇൻ്റർനോഡ് പോർഷൻ എന്ന് പറയും. ഇതിലൂടെ നമുക്കിതിൻ്റെ ഹൈറ്റ് എങ്ങനെ കൂടുന്നു, അതുപോലെ തന്നെ റിങ്സ്, ഈ റിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ നോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കോക്കനട്ട് പോലെയുള്ള തെങ്ങ്, കവുങ്ങ് പോലെയുള്ള പ്ലാന്റ്സിന് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ മുകളിൽ ഇങ്ങനെ നിറയെ റിങ്സുകൾ കാണാം. ഈ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ റിങ്സ് ആണ്. ഓരോ ഇയറിനനുസരിച്ച് റിങ് കൂടി അത് ഹൈറ്റ് കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ വാസ്കുലാർ ടിഷ്യൂസിൻ്റെയും കണ്ടക്റ്റിംഗ് ടിഷ്യൂസിൻ്റെ ഒക്കെ കൂടുതൽ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ആണ് അവിടെ പറയുന്നത്. ആ സൈലോം ഫ്ലോയും ഒക്കെ അതിൻ്റെ കൃത്യമായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വളരുകയും ആനുവൽ റിങ് ഫോം ചെയ്യുകയും ചെയ്യും. ആ റിങ് ആണ് ശരിക്കും നമ്മുടെ ഇവിടെ അതിൻ്റെ ബേസിക്കലായിട്ട് നോഡെന്നും ഇൻ്റർ നോഡ്സ് എന്ന് പറയുന്ന റേഞ്ചിയും പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം ഈ രീതിയിൽ കാണും. ദെൻ ലീഫ്. ലീഫ് രണ്ട് രീതിയിലുണ്ട്. സിമ്പിൾ ലീഫുണ്ട്, കോമ്പൗണ്ട് ലീഫുണ്ട്. സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീഫും. സിമ്പിൾ, കോമ്പൗണ്ട് രണ്ട് തരം ലീഫ് ഉണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കാണുക. കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റിയോളിൽ നിന്നും ഒരു ഭാഗത്തും ഇരുഭാഗത്തുമായിട്ട് ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഒന്നിൽ കൂടുതൽ ലാമിനാർ പോർഷനൊക്കെ കാണുകയാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയാം. ഈ രീതിയിലാണ് ആൻജിയോസ്പേംസിൻ്റെ റൂട്ടും സ്റ്റെമ്മും ലീഫും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ പോകുന്നില്ല, അതൊക്കെ മോർഫോളജിയിൽ നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുക, ലീഫും കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത പഠിക്കാനുള്ള ഫ്ലവർ ആണ്. ഫ്ലവർ, ഇതാണ് പ്രധാനപ്പെട്ട ഫീച്ചർ ആരുടെ, ആൻജിയോസ്പേംസിൻ്റെ. ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആൻജിയോസ്പേം എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻജിയോസ്പേംസിൽ എന്താണ് ഫ്ലവർ? ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവറിനെയും പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്ലവറിനനുസരിച്ച് സോളിറ്ററി, ക്ലസ്റ്റർ, ഗ്രൂപ്പായിട്ട് കാണുന്നതും സിമ്പിളായിട്ട് കാണുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു സെക്സ് ഓർഗൻസ് ആണ് ശരിക്കും. സെക്സ് ഓർഗൻസ് ആയ അല്ലെങ്കിൽ സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഫ്ലവർ എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള സെക്സ് ഓർഗൻസ് ഉണ്ട്. മെയിൽ സെക്സ് ഓർഗൻ എന്ന് നമ്മൾ ആന്തർ എന്നാണ് പറയുക. ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ പറയുക കാർപ്പൽ എന്നും. സ്റ്റേമൻ ഓർ ആന്തർ അല്ലെങ്കിൽ കാർപ്പൽ, ഈ രണ്ട് സെക്സ് ഓർഗൻസും കാണപ്പെടുന്ന പാർട്ടാണ് ഫ്ലവർ. ഇത് ചിലപ്പോൾ രണ്ട് സെക്സ് ഓർഗനും ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്സ് ഓർഗനും ഒരേ ഫ്ലവറിൽ തന്നെ കാണപ്പെടാം. അല്ലെങ്കിൽ യൂണിസെക്ഷൽ ആയിരിക്കും. ഒരു ഫ്ലവർ ആന്തർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതും മറ്റു ഫ്ലവർ കാർപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരേ പ്ലാന്റിൽ തന്നെ രണ്ട് വ്യത്യസ്ത ഫ്ലവർ ഉണ്ടാകാം. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് ഉൾക്കൊള്ളുന്നു, മറ്റൊന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് ഉൾക്കൊള്ളുന്നു. ചില ബൈസെക്ഷൽ, ഈ ഹിബിസ്കസ്, ചെമ്പരത്തി പോലെയുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ രണ്ട് സെക്സ് ഓർഗനും നമുക്ക് ഒരു ഫ്ലവറിനുള്ളിൽ തന്നെ കാണാം. ഇനി ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സിൽ ആന്തറിനൊരു ഫിലമെൻ്റ് ഉണ്ട്. ഫിലമെൻ്റ് ടിപ്പിൽ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ആന്തറിനെ കാണാൻ പറ്റുക. ആന്തറിൻ്റെ ഉൾഭാഗമൊക്കെ അനാട്ടമി നമ്മൾ പിന്നീട് പഠിക്കും, അതിലോട്ടൊന്നും പോവേണ്ടതില്ല. ആന്തറിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഈ ആന്തറിനകത്താണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമേറ്റുമായ പോളൻ ഗ്രെയിൻസ് കാണുന്നത്. പോളൻ ഗ്രെയിൻസ്. കാർപ്പൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണെങ്കിൽ അതിന് 3 പാർട്ട് ഉണ്ട്. ടിപ്പിലായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു റിസപ്റ്റീവ് പാർട്ടും അതിൽ നിന്നും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെം ലൈക്ക് പാർട്ടും എൻഡിലൊരു ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടും ഉണ്ട്. ഇതാണ് കാർപ്പലിൻ്റെ സ്ട്രക്ചർ. ഇതിനെ ഓവറി എന്നും ഇതിനെ സ്റ്റൈൽ എന്നും ഇതിനെ സ്റ്റിഗ്മ എന്നും പറയും. ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞതാണ്. 2 ഔട്ട്ലൈനുള്ള 2 ന്യൂക്ലിയേറ്റഡ്, ഈ ഒരു കണ്ടീഷനിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും. ഇനി പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത, ആൻജിയോസ്പേംസ് ഫ്ലവർ ഉള്ളത് കൊണ്ട് അതിൽ എന്ത് നടക്കുന്നുണ്ട്, പോളിനേഷൻ നടക്കുന്നുണ്ട്. പോളിനേഷൻ നടന്നു കഴിഞ്ഞാലേ മാത്രമേ അടുത്ത ഫ്ലവർ പിന്നീട് ഫ്രൂട്ടായിട്ടും സീഡായിട്ടും ഒക്കെ മാറുള്ളൂ. അതുകൊണ്ട് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നടക്കണം. പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മയാണ്.
പോളൻ ഗ്രെയിൻസ് ഈ ട്രാൻസ്ഫറിന് വ്യത്യാസമുണ്ട്. നമ്മൾ ബൈസെക്ഷൽ പ്ലാന്റ് പറഞ്ഞു, ഒരേ ഫ്ലവറിൽ തന്നെയാണെങ്കിൽ പോളിനേഷൻ ഈസിയാണ്. തൊട്ടടുത്ത് അധിക ദൂരത്തൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല, തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യാം, പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാം. യൂണിസെക്ഷൽ ആണെങ്കിൽ ഒരേ പ്ലാന്റ് ആവാം, ചിലപ്പോൾ ഒരു ഫ്ലവർ ടിപ്പിലാവാം, ഒരു ഫ്ലവർ കുറച്ച് താഴോട്ടാവാം, അവിടെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യാം. പോളിനേഷൻ നടക്കണമെങ്കിൽ ഒരു ഏജൻറ്റ് വേണം. ആ ഏജൻറ്റിലൂടെയാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. പോളിനേഷൻ പല രീതിയിലുണ്ട്. സെയിം പ്ലാന്റ്സിൽ തന്നെ നടക്കാം, ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നടക്കാം, ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നടക്കാം, ഒരേ ഫ്ലവറിൽ തന്നെ നടക്കാം. അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അവിടെ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. പോളിനേഷൻ അനുസരിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ. ഇനി പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ആന്തറിനുള്ളിൽ, ആന്തർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഇതെന്ത് ചെയ്യും, മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ലിബറേറ്റ് ചെയ്യും. ഇതിനുള്ളിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാം. വിൻഡോ, എയറോ, ഇൻസെക്റ്റോ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എവിടെ എത്തിപ്പെടുക, ഈ സ്റ്റിഗ്മയിലേക്ക് എത്തിപ്പെടുക. സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസിന് ഒരു പ്രത്യേകതയുണ്ട്, അതൊരു ട്യൂബ് ഫോം ചെയ്യും. ഈ രീതിയിലുള്ള പോളൻ ഗ്രെയിൻസ് ഒരു എൻഡ് കുറച്ച് ഇലോങ്കേറ്റ് ചെയ്തിട്ട് വളരാൻ തുടങ്ങും, ഒരു ട്യൂബ് ഫോം ചെയ്യുകയും അതെന്ത് ചെയ്യുക, സ്റ്റൈൽ ഈ പോർഷനിലൂടെ എവിടത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും, ഓവറിക്കകത്ത് എത്തിച്ചേരുകയും ഓവറിൽ ഇരിക്കുന്ന ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെച്ചുവേർഡ് ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കാണപ്പെടുക. ഇതിനകത്ത് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടാണ് എന്ത് ഓവറി അറേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ മൗത്ത് പോർഷൻ മീൻസ് ഫസ്റ്റ് പാർട്ട് ഇവിടെയാണ് വരുന്നത്, തലകീഴായിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, ഈ ട്യൂബ് വഴി, ട്യൂബിനകത്ത് എന്തുണ്ട്, ഇതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, 2 ന്യൂക്ലിയസ് ഉണ്ട് പോളൻ ഗ്രെയിൻസിന്. 2 ന്യൂക്ലിയസും എവിടത്തേക്കാണ് എൻ്റർ ചെയ്യുന്നത്, ഓവറിയുടെ ഈ ഭാഗത്തേക്കാണ് എൻ്റർ ചെയ്യുക. ഇവിടെ സെൽസ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടിപ്പിലുള്ള 3 ന്യൂക്ലിയസും കൂടി ചേർന്നതിനെ നമ്മുടെ ആൻറ്റിപോഡൽ സെൽ എന്നാണ് പറയുക. ആൻറ്റിപോഡൽ സെൽ. സെൻട്രലിൽ ഇരിക്കുന്ന 2 ന്യൂക്ലിയസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയസ് എന്ന് പറയും, പോളാർ ന്യൂക്ലിയായി എന്നും പറയും. ദെൻ ഇവിടെ ലാസ്റ്റ് പോർഷനിലുള്ള സെൻറ്ററായിട്ട് കാണപ്പെടുന്ന ന്യൂക്ലിയസിനെ നമ്മൾ എഗ് ന്യൂക്ലിയസ് എന്നും രണ്ടറ്റത്തും കാണപ്പെടുന്നതിനെ സൈനർജിഡ് എന്നും പറയും. ഈ രീതിയിലാണ് അതിനകത്ത് ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഓവറിക്കകത്തുള്ള ഇതിനുള്ളിലുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പോളിനേഷൻ നടക്കുമ്പോൾ എന്താണ്, ഈ ട്യൂബ് ഫോം ചെയ്യും. ട്യൂബിനകത്ത് 2 ന്യൂക്ലിയസ്, ഫസ്റ്റ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ വരുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ കണ്ടീഷൻ ഹാപ്ലോയിഡ് ആണ്, എഗ്ഗിൻ്റെ കണ്ടീഷനും ഹാപ്ലോയിഡ് ആണ്, രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ട്വിൻ കണ്ടീഷനിലായ സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് ഉണ്ടാവും. ദെൻ രണ്ടാമത് ഒരു ന്യൂക്ലിയസും കൂടെ വരുന്നുണ്ട്. ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, സെൻട്രലിൽ ഇരിക്കുന്ന പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് PEN എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന സൈഗോട്ടിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് PEN, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇപ്പോൾ PEN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. ഈ വളർന്നു വരുന്ന സൈഗോട്ടിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ സൈഗോട്ട് പിന്നീട് ഫോം ചെയ്യുന്നത് സൈഗോട്ട് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ഇതിനുള്ളിലാണ്. ഓവറിക്കുള്ളിൽ എഗ് അപ്പാരറ്റോസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. എങ്ങനെ ഡിവൈഡ് ചെയ്യും, മൈറ്റോസിസ് വഴി 2n കണ്ടീഷനിൽ. ഈ രീതിയിലാണെങ്കിൽ ഓരോ സെല്ലും പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് 2, 4 പിന്നെ 8 ആ രീതിയിൽ 16 എന്നുള്ള രീതിയിൽ ഡബിൾ ചെയ്ത് പോയിട്ട് ഡിവിഷൻ നടക്കുകയും അങ്ങനെ 1 by 1 ആയിട്ട് അത് അടുത്ത സ്ട്രക്ചറായി എംബ്രിയോയിലൂടെ നെക്സ്റ്റ് ആ ഒരു പാർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. ആ എംബ്രിയോ വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എംബ്രിയോയ്ക്ക് ഡിവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്യാനാണ് പോളാർ ന്യൂക്ലിയസ്, അതായത് PEN ഫോം ചെയ്യും. PEN പിന്നീട് കംപ്ലീറ്റ് എൻഡോസ്പേമായിട്ട് മാറും. ആ എൻഡോസ്പേം അബ്സോർബ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓവറിക്കും ചേഞ്ച് സംഭവിക്കും.
നമ്മുടെ ഓവറിക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പുറത്തിരിക്കുന്ന ഓവറി പിന്നീട് എന്താവാൻ ചെയ്യും, മെച്ചുവേർഡായി റൈപ്പൻ ചെയ്ത് അതൊരു ഫ്രൂട്ടായിട്ട് മാറും. ഈ ഫ്രൂട്ടിനുള്ളിലാണ് നമ്മുടെ എന്ത് ഫോം ചെയ്തിരിക്കുന്നത്, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതാണ് പിന്നീട് സീഡായിട്ടും മാറുന്നത്. അപ്പോൾ ഓവറി ഫ്രൂട്ടായിട്ടും മാറും, ഒവ്യൂള് സീഡായിട്ട് മാറും. ഒവ്യൂളിനകത്തിരിക്കുന്ന നമ്മുടെ സൈഗോട്ട് എംബ്രിയോ പിന്നീട് എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ട് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഈ ഒരു മെയിൻ പ്രത്യേകതയാണ് നമ്മൾ ആൻജിയോസ്പേംസിൽ സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്. ഫ്ലവറും ഫ്ലവറിൻ്റെ സ്ട്രക്ചറും സെക്സ് ഓർഗൻസും പോളിനേഷനും, എങ്ങനെ പോളിനേഷൻ നടക്കുന്നു, പോളിനേഷനിലൂടെ എങ്ങനെ ഫ്യൂഷൻ നടക്കുന്നു, എങ്ങനെ അടുത്ത ജനറേഷൻ ഫോം ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആൻജിയോസ്പേംസിൽ എന്തുണ്ടായി, സീഡ് ഫോം ചെയ്തു. ഇനി ഈ ഫ്രൂട്ട് റൈപ്പൻ ആയി കഴിഞ്ഞാൽ പിന്നീട് അത് ഡ്രൈ ആവുകയും ഫ്രൂട്ടിൽ നിന്നും സീഡ് സീഡ് പിന്നെ ജെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുക. പുറത്ത് സോയിലെത്തിക്കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്ത് പുതിയ സീഡ്ലിങ്സ് ഫോം ചെയ്യും. അതുവഴി ഒരു എൻ്റയർ പ്ലാന്റ് ആയിട്ട് അത് പതിയെ ഡെവലപ്പ് ചെയ്ത് വരും. ഇനി സീഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സീഡിൻ്റെ ഷേപ്പും സ്ട്രക്ചറിനനുസരിച്ചിട്ട് ആൻജിയോസ്പേംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തുടക്കം പറഞ്ഞതാണ്, ഡൈക്കോട്ടെന്നും മൊണോക്കോട്ടെന്നും. ഈ ഫോം ചെയ്യുന്ന സീഡിനനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ആൻജിയോസ്പേമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മൊണോക്കോട്ടും ഡൈക്കോട്ടെന്നും പറയും. മൊണോക്കോട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ സീഡിനെ കവർ ചെയ്യുന്നത് ഒറ്റൊരു കോട്ട്ലിഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മൊണോക്കോട്ട് എന്ന് പറയുന്നത്. ഡൈക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോട്ട് ഉണ്ടാകും. ആ സീഡ് നമ്മൾ മോർഫോളജിയിൽ സീഡിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുമ്പോൾ എന്താണ് മൊണോക്കോട്ട് ഡൈക്കോട്ട് എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. ഇവിടെ ജസ്റ്റ് അതിന് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഫ്രൂട്ടും സീഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ സീഡ് എന്താണ്, ഫ്രൂട്ട് എന്താണ്, എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്, ഫ്യൂഷൻ നടക്കുന്നതൊക്കെ നോക്കാം. ഇതൊക്കെ നമ്മൾ ആൻജിയോസ്പേമിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആൻറ്റിപോഡൽസ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനുള്ളിൽ ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അപ്പം നമ്മുടെ ക്ലാസിഫിക്കേഷൻ അവിടെ കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യലിനെയും നാച്ചുറലിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് പ്ലാന്റ്സിനെ 5 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ആൽഗെ, അതുപോലെ തന്നെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേംസ്. കോമൺ ഫീച്ചേഴ്സ് എല്ലാത്തിൻ്റെയും 1-2 എക്സാമ്പിളൊക്കെ നമ്മൾ ഓരോന്നിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈഫ് സൈക്കിളാണ് നമുക്ക് പറയാനുള്ളത്. ആൻജിയോസ്പേം അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡംസ് എല്ലാ ആൾക്കാരും ഈ പറഞ്ഞിരിക്കുന്ന 5 ഗ്രൂപ്പിലുള്ള ആൾക്കാരും എങ്ങനെയാണ് കോമൺ ആയിട്ടാണ് ഏത് രീതിയിലാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 3 രീതിയിലുണ്ട്. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ കണ്ടീഷൻ, 2n കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞതാണ്. അതായത് ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഈ ഹാപ്ലോയിഡ് ഫേസ് ആണോ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിപ്ലോയിഡ് ഫേസ് ആണോ, ഇനി എങ്ങനെയാണ് വരുന്നത്, അതാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ഓർത്ത് വെക്കുക. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം എങ്ങനെയാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്.